ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ അല്പസമയം നിങ്ങളുമായി വചനം പങ്കിടാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്ത വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 16-13 മുതൽ 15 വരെയുള്ള ഭാഗമാണ്. ഇവിടെ ശബത്ത് നാളിൽ പുഴവക്കത്തു വെച്ച് വചനം സംസാരിച്ച പൗലോസിനെയും തുയതൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീയെയും നമുക്ക് കാണാം. ഞാൻ ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് വചനം പ്രസംഗിച്ച പൗലോസിനെയോ വചനം ശ്രവിച്ച ലുദിയയോ അല്ല. കേൾക്കുന്ന വചനം ശ്രദ്ധിക്കേണ്ടതിനെ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്നതാണ്. വചനം പ്രസംഗിക്കുന്നതോ ശ്രവിക്കുന്നതോ ആരു തന്നെയായാലും കർത്താവ് ഹൃദയം തുറന്നാൽ മാത്രമേ അതിൽ ഫലം ഉണ്ടാവൂ എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. മറ്റേത് അവയവങ്ങളെക്കാളും ഹൃദയത്തെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. ഈ നോമ്പിൻ്റെ കാലത്ത് പലതും കാണുകയും കേൾക്കുകയും പോവുകയും പ്രവർത്തിക്കുകയും രുചിക്കുകയും ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴുും പലതും ചിന്തിക്കേണ്ട എന്ന് പ്രാവർത്തികമാക്കാൻ നമുക്ക് പ്രയാസം നേരിടുന്നില്ലേ? യെരമ്യാവ് 17:9 ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് എന്ന് കാണുന്നു. 17:10 ഹൃദയത്തെ ശോധന ചെയ്ത് അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നു. മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നു നാം വായിക്കുന്നു. മത്തായി 6:21 നിന്റെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ലൗകികമായ വസ്തുക്കളിൽ നിക്ഷേപമിരുന്ന് ഹൃദയശുദ്ധിയില്ലാത്ത നമ്മൾ എന്തു ചെയ്യണം? യോവേൽ 2:13 പറയുന്നു, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയണം. കാരണം നമ്മുടെ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണ്. നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്ഷണം, വസ്ത്രം, പ്രാർത്ഥന, ഉപവാസം എന്നിവയാൽ വേർപാടിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന നമ്മളെല്ലാവരും കർത്താവിന് പ്രീതികരമായ പ്രവർത്തനങ്ങളും കൂടി കാഴ്ചവെക്കണം. ഒരു പക്ഷപാതക്കാരനെ യേശുവിങ്കിലേക്കുള്ള വഴി മുടക്കിയത് വചനക്കേൾവിക്കായി നിന്നിരുന്ന അനേക ക്രിസ്തു ശിഷ്യരാണ്. അവരെ പോലെ ആവാതെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ക്രിസ്തു സ്നേഹം വെളിപ്പെടുവാൻ ഉതകുന്നതാവണം. അതിനും കർത്താവ് നമ്മുടെ ഹൃദയം തുറക്കണം. വലിയ നോമ്പിലെ നമസ്കാരത്തിൽ ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, എനിക്ക് നിങ്ങൾ കുടിപ്പാൻ തന്നു. വിലങ്ങിടത്തിൽ എന്നെ നിങ്ങൾ വന്നു കണ്ടു. എന്നെ നിങ്ങൾ സ്നേഹിച്ചു, ലോകത്തെ നിങ്ങൾ ദ്വേഷിച്ചു. ഇതിനാൽ നിങ്ങൾ വന്ന് മോക്ഷവും നിത്യജീവനും അനുഭവിപ്പിൻ എന്ന് അപേക്ഷിക്കുന്നു. മോക്ഷവും നിത്യജീവനും പ്രാപിപ്പാൻ ഇക്കാര്യങ്ങൾ കൂടെ നോമ്പാനുഷ്ഠാനത്തിൻ്റെ കൂടെ അനുവർത്തിക്കണം എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. നമ്മുടെ ഹൃദയം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ദൂരെയായി തീരരുത്. ഹൃദയം തുറന്ന പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും മറുപടിയുണ്ട്. പ്രാർത്ഥനയും പ്രവർത്തനവും ഈ നോമ്പിൻ്റെ കാലയളവിൽ അനിവാര്യമാണ്. നോമ്പ് കാലത്ത് നാം മിച്ചമാക്കി വെച്ചത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുമ്പോഴേ അത് ദൈവസ്നേഹമായി മെച്ചമായി തീരുകയുള്ളൂ. അതിനനുസരണമായി പ്രവർത്തിക്കാൻ നമ്മുടെ ഹൃദയമൊന്ന് തുറക്കണം. അപ്പോൾ വെളിപാട് 3:20 പറയുന്നത് പോലെ, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആ അത്താഴ വിരുന്നിനെ അർഹത നേടുവാൻ ലുദിയയുടെ ഹൃദയം തുറന്ന കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വീകരിക്കുമാറാകട്ടെ. ആമേൻ.